Hello, good afternoon. Good afternoon, ma'am. പേര് കയറാറുണ്ട് ക്ലാസ്സില് അറിയാമോ? ഇന്നലെ രണ്ടാളെ ഉണ്ടായിരുന്നുള്ളൂ. ശരി. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 5 പേരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മള് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പോയപ്പോ 5 പേര് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തടുത്ത 2 ക്ലാസ് എനിക്ക് വന്നതുകൊണ്ട് പിന്നെ എനിക്ക് ക്ലാസ് കിട്ടിയില്ല. അത് ഇപ്പൊ എനിക്ക് അറിയില്ല, അതാണ് ചോദിച്ചത് എത്ര പേരാണ് യൂഷ്വലി കയറാറുള്ളതെന്ന്. ഇന്നലെ 2 പേരുണ്ടായുള്ളൂ, ബാക്കി ദിവസമൊക്കെ ഉണ്ടായിരുന്നു 5 പേര്. ബാക്കി അവർ പോയപ്പോ എല്ലാവരും ഓക്കെ. വരുന്നവര് വരട്ടെ, കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അശ്വനി ഇല്ലേ അവിടെ? ഓണാക്കി വെച്ചിട്ട് ആളില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട്? സുഖല്ലേ എല്ലാവർക്കും? ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ക്ലാസ്. മനസ്സിലാവണൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. ഓക്കെ, നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നത്? നമ്മളുടെ ചാപ്റ്റർ ഏതായിരുന്നു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റലിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് ആ പേരുകളൊക്കെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇങ്ങനെ 3 ആയിട്ടാണ് ബ്രോഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ്സിനെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്നിങ്ങനെ. ഇനി ഈ ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അഗെയിൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു അതായത് സബ് ടൈറ്റിൽസ് ആയിട്ട് അവയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 4 ക്ലാസിഫിക്കേഷൻസ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സപ്പോർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഏതോ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗം, IPDയും OPDയും എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഭാഗം. എന്ന് വെച്ചാൽ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്, അവരെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആ 2 വിഭാഗത്തിലും പെടുക. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് ചികിത്സിക്കുന്നതും, ഔട്ട് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഓൺലി ജസ്റ്റ് ഫോർ ഒരു ഡേ കൺസൾട്ടേഷന് വേണ്ടി വരുന്നതും ഒക്കെയാണ് ഈ 2 വിഭാഗത്തിലുമായിട്ട് വരിക. ഇനി there are some other departments which supports the hospital അല്ലെ? ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ ആ വെൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട്, അതിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിഭാഗമുണ്ട്. ആൻഡ് ദ സപ്പോർട്ടീവ് സിസ്റ്റം ദേ പ്രൊവൈഡ് ടു ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അവര് ഏത് രീതിയിലുള്ള സപ്പോർട്ടിങ് ആണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ആ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന 4 ഡിവിഷൻസ്. അതിൽ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽ, അതായത് ചികിത്സ, അതായത് രോഗി അതിന് വേണ്ട ആ രോഗനിർണയം അല്ലെങ്കിൽ രോഗിക്ക് രോഗം ഭേദമാകുന്നത്, അതിന്റെ പ്രിവെൻഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആകുന്ന രീതിയിലാണ് എന്താ പറയാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സയുമായിട്ട് നേരെ ബന്ധമുള്ളത്. എന്താ? രോഗിക്ക് എന്ത് രോഗം മാറണം അല്ലെ? അസുഖം മാറണം. എന്ത് രോഗമായിട്ടാണോ അവർ വരുന്നത്, അവർക്ക് ആ രോഗം ഭേദമാകണം. അപ്പൊ അതിന് മരുന്ന് വേണം. സോ ഫാർമസി ഈസ് ദ ഫസ്റ്റ് ചോയ്സ്. അതായത് ഫാർമസിയാണ് അതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെന്താണ്? ഫിസിയോതെറാപ്പി. ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ രോഗിക്ക് ഫിസിക്കലായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കാൻ, വേദനകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി.
പിന്നെ എന്താണ് പറയാ, ഡയറ്ററ്റിക്സ്, അതായത് അവരുടെ രോഗത്തിന്റെ എന്താ പറയാ ചിലപ്പോ രോഗം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഡയറ്റ് പ്ലാനുകളൊക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ അതിനാവശ്യമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ മറ്റു പ്രവർത്തനങ്ങളെ. അപ്പോ അത് ആണ് തെറാപ്യൂട്ടിക്, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. ഇനി ജനറൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള രോഗത്തിന് വേണ്ടി മാത്രമല്ല, രോഗിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, മൊത്തത്തിലും ഇൻ ടോട്ടൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ്, പിന്നെ എന്താ പറയാ അവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ജനറൽ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന CSSD is the first one അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ എക്യുപ്മെന്റുകളൊക്കെ ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു കുറെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഇതിന് വലിയ യൂണിറ്റ് ആണ് പ്രവർത്തിക്കുക. അത് അവിടെ വരുന്ന ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽസിലാകുമ്പോൾ വെൽ എക്യുപ്ഡ് ആയിരിക്കും, അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് അതൊക്കെ എന്താ പറയാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് അതിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ, സ്റ്റെറൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് അതിന്റേതായ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പരിസരവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകമൊക്കെ ക്ലീനും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക, എല്ലാം എന്താ പറയാ അതിൻ്റെതായ ക്രമത്തിൽ ഒരു ക്രമീകരണത്തോടു കൂടി തന്നെ നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. കിച്ചൺ എന്ന് പറയുന്നത് ക്യാൻറ്റീൻ ആണ്, അതായത് ഹോസ്പിറ്റലിൽ വരുന്നവർക്കും പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫിനും ഇഫ് നെസസറി അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുന്നതാണ് കിച്ചൺ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഒക്കെ നമ്മൾ പറയും. പിന്നെ ലോണ്ടറി, ഇതിനെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ജസ്റ്റ് വെറുതെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സർവീസ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ലോണ്ടറി എന്ന് പറയുമ്പോൾ അവിടെയുള്ള പേഷ്യൻസ് ഉപയോഗിക്കുന്നതും അതുപോലെ സ്റ്റാഫ് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ഡ്രസ്സ്, അതായത് ലിനൻസ് ആണ് കൂടുതലും. ആ ലിനൻസിനെയൊക്കെ ക്ലീൻ ചെയ്യുക, അത് ലോണ്ടറിയിൽ ആണ്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് തിരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുന്നതൊക്കെ ആ ലോണ്ടറി ആണ്. ഇനി മെയിൻ്റനൻസ്, സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി നമുക്കറിയാം, ഹു ഗിവ്സ് സെക്യൂരിറ്റി ടു ദ ഹോസ്പിറ്റൽ ആൻഡ് മെനി അതർ പ്ലേസസ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ ചിലപ്പോൾ ഓരോ വാർഡിന്റെ മുമ്പിലായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് മൊത്തമായിരിക്കാം സെക്യൂരിറ്റി ആവശ്യമാണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മെയിൻ്റനൻസ്, ഇഫ് ദ വർക്ക് അതായത് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ബ്രേക്ക് ഡൗൺ ഓഫ് സം മെഷീൻസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയാ അവിടെയുള്ള മറ്റ് വാട്ടർ സപ്ലൈ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ കൊടുത്ത് അതിനെ, കാരണം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ സ്റ്റോപ്പ് ആയി പോയി കഴിഞ്ഞാൽ എന്താ പറയാ അത് അപ്സെറ്റ്സ് എവറി ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് മൊത്തം ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അത് അപ്സെറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത് വരാതെ തടസ്സം കൂടാതെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എപ്പോഴും മെയിൻ്റനൻസിന്റെ അണ്ടർ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് കയ്യിലുണ്ടാവണം. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു മെഷീൻ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, സോ അതുകൊണ്ട് തന്നെ പേഷ്യന്റുകളൊക്കെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ എന്താ പറയാ എക്കോ അല്ലെങ്കിൽ TMT അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള കുറെ ആൻജിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് മെഷീൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം എപ്പോഴും. അത് അപ്പോ ആ ഫംഗ്ഷനിങ്ങിന് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അടുത്ത പേഷ്യൻസിന് വിളിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയറിങ് കൊടുക്കാനും ഒക്കെ ഡിലേ വരും അല്ലെ. ഡിലേ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ആളുകൾ തന്നെ വിചാരിക്കും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരിക അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾ എല്ലാവരും തന്നെ ബിസിയാണ്, ആളുകൾക്ക് കുറെ നേരം ഒന്നും വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പോലും, പണ്ടൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ചീട്ട് എടുക്കാൻ ക്യൂ നിന്നിട്ടുണ്ട്, എവിടേക്കോ നമ്മൾ റേഷൻ ഷോപ്സിലൊക്കെ ക്യൂ നിന്നിട്ട്. ഇന്നെങ്ങും ഒന്നിനും അധികം ഡിലേ വരുന്നില്ല, ലാഗ് വരാതെ എല്ലാം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ എടുക്കും. അപ്പൊ ഹോസ്പിറ്റലിലാകുമ്പോഴും പെട്ടെന്ന് വന്നിട്ട് പോകുക എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശത്തോട് നമ്മൾ പോണേ. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ എന്താ പറയാ അവരുടെ മനസ്സിൽ തന്നെ ദേ വിൽ നോട്ട് ഗെറ്റ് സം സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവർക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. വന്നിട്ട് പോയി കഴിയുമ്പോൾ ഒത്തിരി സമയം ചെലവഴിച്ചു, ഇന്നത്തെ ദിവസം പോയി, നമ്മൾ പെട്ടെന്ന് പോയിട്ട് കാണിച്ചിട്ട് ഒക്കെ വരാമെന്നൊക്കെ വിചാരിച്ച് പോകുന്നവരായിരിക്കും. അപ്പൊ മെയിൻ്റനൻസ് വിഭാഗം ഷുഡ് പ്രോപ്പർലി വർക്ക്, അതായത് ഒരു
ഹോസ്പിറ്റലിൽ മെയിൻ്റനൻസ് വിഭാഗം നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. സോ മെയിൻ്റനൻസ്, ദെൻ മോർച്ചറി, നമുക്കറിയാം ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ്, അതായത് ആളുകൾ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ബിഫോർ ദേ ആർ ടേക്കൺ ടു ദ ഹൗസ്, അവരുടെ വീടുകളിലേക്ക് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും മരിച്ചിരിക്കാം, അല്ലെങ്കിൽ അവിടെ എത്തിക്കുമ്പോൾ മരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാളുടെ മരണമൊക്കെ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ വരുമ്പോൾ അത് ഫാമിലി മെമ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് കുറച്ച് ഡിലേ ഒക്കെ വരാം. പേപ്പർ വർക്ക്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സമയം എടുക്കും. അത്രയും നേരമൊക്കെ സൂക്ഷിക്കേണ്ടി വരുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്താ പറയാ നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ വരിക. ഇനി ഡയഗ്നോസ്റ്റിക്സ് മീൻസ് 2 രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക്സ് ആണ് ഉള്ളത്. ഡയഗ്നോസിസ് ആണ്, അതായത് ഫോർ ദ ഫർദർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ രോഗം ആയിട്ട് പേഷ്യന്റ് ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോ എന്താ പറയാ ആദ്യമേ തന്നെ കുറച്ച് ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറോട് പറയും. ഇപ്പൊ പനിയൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ പലതരത്തിലുള്ള പനികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചിലപ്പോഴൊക്കെ അവർ തെർമോമീറ്റർ വെച്ച് ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം അവര് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത ലക്ഷണങ്ങളും ഒക്കെ നോക്കിയിട്ട് അവർ കുറച്ച് മരുന്നുകൾ നമുക്ക് എഴുതി തരും അല്ലെ. പക്ഷെ നമ്മൾ വീട്ടിൽ പോയിട്ട് അത് കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. ആഫ്റ്റർ ഇത്ര ദിവസം കഴിയുമ്പോൾ യു ആർ ആസ്ക്ഡ് ടു കം ഫോർ എ ഫോളോ അപ്പ്. നമുക്ക് നമ്മളോട് അവർ ആവശ്യപ്പെടും, എന്താണ് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരു ഫോളോ അപ്പിന് വേണ്ടി തിരിച്ചു വരണം എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും എന്താ മാറിയ പിന്നെ വരണ്ട, മാറിയില്ലെങ്കിൽ മാത്രം ഒന്നുകൂടി വന്ന് വിവരം പറയാന്ന് പറയും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടും ഡോക്ടേഴ്സ് അല്ലെ. അപ്പൊ അത് വന്ന് എന്താ പറയാ ചിലപ്പോൾ മാറിയില്ലെങ്കിൽ നമ്മൾ അഗൈൻ വി വിൽ ഹാവ് ടു ഗോ, രണ്ടാമത് വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടി നമ്മൾ പോകേണ്ടി വരും. അപ്പൊ പനി ഇത്രയും മരുന്ന് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടേഴ്സ് ചില ടെസ്റ്റുകൾക്ക് എഴുതും അല്ലെ. ചില ടെസ്റ്റുകൾ നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും എടുക്കുന്ന ചില ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ടെസ്റ്റുകൾ നടത്തും. അതിനെയാണ് നമ്മൾ ലബോറട്ടറി ലാബ് ടെസ്റ്റ് എന്ന് വിളിക്കുക. റേഡിയോളജി എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള ചില റേസ് കടത്തി വിട്ടിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് വരിക, ലബോറട്ടറി ആൻഡ് റേഡിയോളജി എന്ന് പറയുന്നത്. Then informative medical resources, whatever things are there in the hospital. ഹോസ്പിറ്റലിൽ ഉള്ള എല്ലാ റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവിടെ എന്താ പറയാ അവിടെയുള്ള IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ മെഡിക്കൽ എന്താ പറയാ ഏതൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഇൻഫോർമേഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് എന്താ പറയാ ഫയലുകളിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ whenever they are required, എപ്പോഴൊക്കെയാണോ ആവശ്യം they can retrieve data and find out എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാനും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്കൊക്കെ അത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വേണ്ടതാണ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ദ ഹോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ അല്ല, ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ്. ഈ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഹാസ് ടു ബി അഡ്മിനിസ്ട്രേർഡ്. അപ്പൊ അതിനൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം. അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇതിനൊക്കെ നോക്കി കണ്ട് മാനേജ് ചെയ്ത് എല്ലാ എന്താ പറയാ നല്ല രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ എന്താ പറയാ ഫിനാൻസ് എന്ന് പറയുന്നത് അവിടെ വരുന്ന പണമിടപാടുകൾ, എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് വേണ്ട മരുന്നുകൾ പർച്ചേസ് ചെയ്യണം, അതൊക്കെ രോഗികൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അങ്ങനെ പല രീതിയിലും ഡൊണേഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകളായിട്ടോ ചിലപ്പോ ഓണറേറിയം, അതായത് ചില ആളുകൾക്ക് കൊടുക്കുന്ന പേയ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കണം, അതൊക്കെ അറിയണം. അതിന്റെ വരവ് ചെലവൊക്കെ എല്ലാം അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിനാൻസ് എന്ന് പറയുന്ന വിഭാഗവും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾ, അതാണ് മനുഷ്യരാണ്. മനുഷ്യരായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരിക്കും. ഫ്രം ദ ബോട്ടം ലെവൽ ടു ദ ടോപ്പ് ലെവൽ, ഏറ്റവും താഴത്തെ തട്ടില് ജോലി ചെയ്യുന്ന ചിലപ്പോൾ ക്ലീനിങ് സെക്ഷനിലൊക്കെ ഉള്ള ആളുകൾ തുടങ്ങി ഏറ്റവും ടോപ്പ് ലെവലിലെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പിലുള്ള മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അങ്ങനെയൊക്കെ പോലെയുള്ള ആളുകളിലേക്ക് വരെയുള്ള ഒത്തിരി ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ്. അതും മാനേജ് ചെയ്യണം, അതിനെയും അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അടുത്തത് നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്?
ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു IPD ആൻഡ് OPD അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും OPD എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളും അതും എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. പക്ഷെ ഇനി നമ്മൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണത്തിലേക്കാണ് ഇനി നമ്മൾ പോണേ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇൻപേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് സർവീസസ് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന? ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ICU, ICU, തിയേറ്റർ, ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡ്സ്. Okay, intensive care unit, operation theaters, then labor rooms, maternity wards are the inpatient services provided by the medical departments. And outpatient services എന്തൊക്കെയാണ്? കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ആൻഡ് ത്രോട്ട്, ജെറിയാട്രിക്സ്, ഗാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്റ്റട്രിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഓൺകോളജി, ഒഫ്തൽമോളജി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇനി നമ്മൾ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസിനെ വീണ്ടും നമ്മളൊന്നങ്ങട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓരോന്നും പഠിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് സർവീസസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഹെഡിങ്ങില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതിനേക്കാൾ ഉപരി കുറച്ച് കൂടുതൽ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഔട്ട് പേഷ്യന്റ് സർവീസസിലാണ്. സോ വാട്ട് ആർ ദ ഔട്ട് പേഷ്യന്റ് സർവീസസ്, എന്തൊക്കെയാണ് അതിൽ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയണം. എന്താണ് OPD, വിച്ച് ഈസ് സ്റ്റാൻഡിംഗ് ഫോർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. OPD-ന്റെ ഒരു ഫുൾ ഫോം ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പീപ്പിൾ അല്ലെങ്കിൽ ദ പേഷ്യൻസ് ആർ കമ്മിങ് ഫോർ ഓൺലി ഫോർ എ കൺസൾട്ടേഷൻ ബട്ട് നോട്ട് ഫോർ ആൻ അഡ്മിഷൻ. ഓർക്കുക, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു കൺസൾട്ടേഷൻ മാത്രം ഉദ്ദേശിച്ചിട്ടാ വരിക അല്ലെ. കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് വരിക, അല്ലാതെ അവിടെ കിടക്കണം അല്ലെങ്കിൽ കിടത്തിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും OPD വിഭാഗത്തിൽ നമ്മൾ പോവുക. OPD ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ എന്താ പറയാ ഡിസീസിന്റെ ആ ഒരു എന്താ പറയാ സീരിയസ്നെസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ അഡ്മിഷൻ വേണോ വേണ്ടേന്ന് അവര് ഡോക്ടേഴ്സ് ആണ് തീരുമാനിക്കുക. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും പോകുന്നത് ഈ OPD എന്ന് പറയുന്ന വിഭാഗത്തിൽ പോകുന്നത് അവിടെ ചെന്ന് ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, തിരിച്ചു പോരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അതിന്റെ സിവിയർ എന്താ പറയാ സീരിയസ്നെസ്സും രോഗത്തിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഹാസ് ടു പ്രിസ്ക്രൈബ് വെദർ യു ഹാവ് ടു ബി ഇൻ എന്താ പറയാ അഡ്മിറ്റഡ് ഓർ നോട്ട്. നമ്മൾ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഡോക്ടേഴ്സ് ആണ് തീരുമാനിക്കുക. പക്ഷെ എങ്കിലും അതിന്റെ മെയിൻ കാരണം OPD എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, those who are not admitted in the hospital. അപ്പോ പിന്നെ മാത്രമല്ല in this OPD department the patients seek the advice of the doctors അല്ലെ. അവിടെ ചെന്നിട്ട് ഡോക്ടറിന്റെ അഡ്വൈസിന് വേണ്ടിയിട്ടാണ് എന്താണ് തന്റെ രോഗം എന്ന് അറിയാനും ആ രോഗത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പേഷ്യൻസ് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഡോക്ടറെ അടുത്ത് ചെല്ലാം. ആൻഡ് ഇഫ് നെസസറി ദ പേഷ്യൻസ് വിൽ ബി ആസ്ക്ഡ് ടു കം ഫോർ എ ഫോളോ അപ്പ്. ഇപ്പോ മരുന്നൊക്കെ തരുന്നു, നമ്മൾ ആ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് വിൽ പ്രിസ്ക്രൈബ് വെദർ വി ഹാവ് ടു ഗോ അപ്പ് ഫോർ എ ഫോളോ അപ്പ് ഓർ നോട്ട് അല്ലെ. അത് കഴിയുമ്പോൾ നമ്മൾ ഇനി വരണോ വേണ്ടേ എന്നുള്ളത് ഡോക്ടേഴ്സ് നമ്മളോട് പറയും. അതനുസരിച്ച് നമ്മൾ ഫോളോ അപ്പിന് ചെല്ലണമെങ്കിൽ ചെല്ലാം, അല്ലെങ്കിൽ വേണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോ രോഗം നിങ്ങൾക്ക് വൈയായികകൾ മാറിയെന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന മരുന്നുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു രോഗം വീണ്ടും തിരിച്ചു വരുന്നില്ല എങ്കിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറയും അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് രോഗത്തിന് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒട്ടും തന്നെ മാറിയിട്ടില്ല എങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ എ ഫോളോ അപ്പ് അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടർ പറയുന്ന അനുസരിച്ച് തിരിച്ചു ചെല്ലേണ്ടി വരും. ഇനി ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് ഓൺലി ലാസ്റ്റ് ഫോർ എ ഡേ ഇൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതൊരു പ്രത്യേകതയാണ് അല്ലെ. OPD വിഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഒരു ദിവസത്തിന്റെ ഉള്ളിൽ, അതായത് ഒരു ദിവസം മാത്രമേ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ ചെലവഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടും കൂടി മാത്രമേ പോകുക. ഇപ്പൊ രാവിലെയൊക്കെ ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ കൂടുതൽ എടുക്കുന്ന ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെ എളുപ്പമൊന്നും നമുക്ക് പോയിട്ട് ഇപ്പൊ തന്നെ പോയി അരമണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം നേരത്തെ ബുക്ക് ചെയ്തെങ്കിലും ഒരുപാട് നമ്പേഴ്സ് ഒക്കെ വൈകിട്ടാണ് നമുക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ പോകുന്നു,
അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ അവിടെ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി എങ്കിലും ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ എ ഡേ. അതിന്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഉള്ളിൽ അവിടെ നമ്മൾ ചെലവഴിച്ചിട്ട് പോരുക എന്നുള്ളതാണ്. ഇനി OPD ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ടൈം. ഒരു പ്രത്യേക സമയത്തേക്കാണ് OPD വിഭാഗം പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ OPD വിഭാഗത്തിലെ ചീട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചിലപ്പോൾ ആ രാവിലെ 8 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെ ആകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ മറ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിരിക്കും ഏത് സമയം തുടങ്ങി ഏത് സമയം വരെയാണ് ചീട്ടെടുക്കുന്നത്. ചിലയിടത്തൊക്കെ രാവിലെ തുടങ്ങി ഉച്ച വരെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇത്ര 3 മണി വരെ, അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ OPD വിഭാഗത്തിൽ ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. അത് നിർബന്ധമാണ് കേട്ടോ, ഓർത്തിരിക്കേണ്ടതാണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം എന്നാണ്. ആൻഡ് ദ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ സ്പെഷ്യലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD. ഈ OPD വിഭാഗം തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആരെയാണെന്ന് നമ്മളോട് ചോദിക്കും. നമുക്കിപ്പോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മളുടെ രോഗം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ എന്താ പറയാ പ്രിഫർ ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും ഇന്ന ഡോക്ടർ ഉണ്ട്, കുഴപ്പമില്ല, ഇപ്പൊ സാധാ വരുന്ന പനിയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഫിസിഷ്യൻ ആയാലും മതി, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇന്ന അസുഖമാണ് നമുക്കറിയാം ഇന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആ ഒരു ടൈം പീരീഡിൽ, ഈ സ്പെസിഫിക് ടൈം പീരീഡിൽ അവരവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ നോക്കാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് OPD എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ചെറിയ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. എന്തൊക്കെയാന്ന് മനസ്സിലായോ? OPD എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോ എന്തൊക്കെ കാര്യങ്ങൾ OPD-യിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ ഒന്ന് പറയാമോ? ഓരോ പോയിന്റ് ഷോർട്ടാക്കി ഒന്ന് പറയാമോ? കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ്, അഡ്മിഷന് വേണ്ടിയല്ല, കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് ഈ വിഭാഗത്തിലെ ആളുകൾ വരിക. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് ടൈം പീരീഡിലാണ്, ഒരു ടൈമിലാണ് മാത്രമേ ഈ ഒരു OPD വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഈ OPD വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ 5 പോയിന്റ് പറഞ്ഞല്ലോ, 2 പോയിന്റ് കൂടിയില്ലേ? ഹോസ്പിറ്റൽ ലാസ്റ്റ് ഓൺലി എ ഡേ. ഹോസ്പിറ്റലിൽ വരുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ലാസ്റ്റ് ഓൺലി ഫോർ എ ഡേ അല്ലെ. ആ ബൗണ്ടറീസിൽ നമ്മൾ ഒതുങ്ങുന്നത് വെറും ഒരു ദിവസം മാത്രമാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ എന്നാ ഇൻപേഷ്യന്റ് ആയി മാറി അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ദിവസം മാത്രമാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് അത് നമ്മളുടെ അവിടുത്തെ തിക്കും തിരക്കും അല്ലെങ്കിൽ അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ടൈപ്പ് ഓഫ് പേഷ്യൻസ്, ഏത് കൈൻഡ് ഓഫ് പേഷ്യൻസ് ആണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ ചിലപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ കഴിഞ്ഞാലേ ചിലപ്പോൾ എത്താൻ പറ്റുള്ളൂ. ചിലതൊക്കെ കാലത്ത് പോയിട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് എത്താം. അങ്ങനെയൊക്കെ എന്തായാലും ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഡേ. ആ ബൗണ്ടറീസ് ഓഫ് ഹോസ്പിറ്റലിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വെറും ഒരു ഡേ മാത്രമാണ്. പിന്നെ വി സീക്ക് അഡ്വൈസ് ഫ്രം ദ ഡോക്ടേഴ്സ് ഓർ ദ ഫിസിഷ്യൻസ് ഫോർ ദെയർ മെഡിക്കേഷൻസ്. അവർ തരുന്ന മരുന്നിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പേഷ്യൻസ് യൂഷ്വലി ചെല്ലുന്നത്. ഇതാണ് OPD എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്സ് വർക്കിംഗ് അണ്ടർ ദിസ് OPD. ഈ OPD എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ്, നമുക്ക് പരിചയമുള്ള സാധനമാണ്. ഹോസ്പിറ്റലിലൊക്കെ ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാലും അവിടെ എന്താ പറയാ ഏറ്റവും വാതിൽ എന്താ പറയാ ഏതായാലും ഫ്രണ്ടേജിൽ തന്നെ ഏകദേശം കാണാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഏതാണത്? കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ കാഷ്വാലിറ്റി ഏകദേശം ഫ്രണ്ടിൽ തന്നെ എന്ന് പറയാൻ കാരണം എമർജൻസി സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരിക അല്ലെ. പെട്ടെന്ന്, അതായത് വലിയ സീരിയസ് ഇഞ്ചുറി ആയിട്ടോ ആക്സിഡന്റ്സ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഇവിടെ ആളുകളെ കൊണ്ടുവരിക. അപ്പൊ ഏതെങ്കിലും മൂലയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിന്റെ അറ്റത്ത് മൂലയ്ക്കൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ തന്നെ ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ വരുന്ന പേഷ്യന്റിന്റെ എന്താ പറയാ ലൈഫിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഏകദേശം ആളുകൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുക. അപ്പൊ കാഷ്വാലിറ്റി ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ AE ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതിന് പേരുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് പേരുകള്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A&E ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ എയും ഇയും എടുത്തിട്ട് അബ്രീവിയേറ്റ് ചെയ്തിട്ടാണ് A&E ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഏതൊക്കെയാണ് പേര് ഒന്ന് പറഞ്ഞേ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പേരുകൾ ഏതൊക്കെയാ?
Casualty department, emergency department, accident and emergency department. ആൻഡ് എ ആൻഡ് ഇ ഷോർട്ടാക്കിയും പറയൂ കേട്ടോ. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓർക്കുമ്പോ അത് കേട്ടുമ്പോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ തന്നെയാണ് എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ഇനി ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പേഷ്യൻസ് ആർ ബോട്ട് ബൈ ആൻഡ് ആംബുലൻസ് അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ദ പേഷ്യൻസ് ആർ ബോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. ഒരു ആംബുലൻസിൽ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ കൊണ്ടുവരാം, പേഷ്യൻസിനെ കൊണ്ടുവരാം. സച്ച് ആസ് ആക്സിഡൻസ് ആയിരിക്കാം, സീരിയസ് ഇഞ്ചുറി ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയുമായിട്ടായിരിക്കും വരിക. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക്. ദാറ്റ് മീൻസ് 24 hours പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. ഏത് തരത്തിലുള്ള ആക്സിഡന്റ് എന്താ പറയാ പേഷ്യൻസ് ഏത് രീതിയിൽ എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരെയും എന്താ പറയാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെ പാസ് ചെയ്തിട്ടാണ് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുക. അപ്പൊ ഭയങ്കര എമർജൻസി സിറ്റുവേഷൻസിൽ ഏതെങ്കിലും പേഷ്യൻസിനെ എന്താ പറയാ ഒരു ലൈഫ് ത്രട്ടണിങ് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ രോഗവുമായിട്ടോ ആണ് വരുന്നതെങ്കിൽ ദേ വിൽ ബി ഫസ്റ്റ് അഡ്മിറ്റഡ് ഓർ ബ്രോട്ട് ടു ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആദ്യമായിട്ട് ഇവരെ കൊണ്ടുവന്ന് കിടത്തുന്നത് ഈ പറയുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതിനുശേഷം മാത്രമാണ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ദേ വിൽ ബി ടേക്കൺ ടു ദ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പിന്നീടായിരിക്കും കൊണ്ടുപോകുക. ഇപ്പൊ ഭയങ്കരമായിട്ട് നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിപ്പോ ഏത് രീതിയിലുള്ള നെഞ്ചുവേദനയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ കാഷ്വാലിറ്റിയിൽ പ്രവർത്തിക്കുന്നു. സോ അവിടെ എപ്പോഴും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്തായാലും ഉണ്ടായിരിക്കും. സോ അവര് വന്നിട്ട് എന്ത് ചെയ്യുന്നു, നോക്കും, പരിശോധിക്കും, ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കും. അതിനുശേഷം മാത്രമാണ് ഏത് രീതിയിലുള്ള അസുഖമാണെന്ന് ആ നേച്ചർ ഓഫ് അവരുടെ ഡിസീസ് മനസ്സിലാക്കിയതിനു ശേഷം ദേ വിൽ ബി എന്താ പറയാ ഹാൻഡ് ഓവർ ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ഡിഗ്രി ഓഫ് എമർജൻസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഒക്കെ നോക്കി മനസ്സിലാക്കി അസസ് ചെയ്തതിന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വിടുക. അപ്പൊ ഇതാണ് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലെ. 24 hours വർക്കിംഗ് ആണ്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പീപ്പിൾ ഹു ആർ ഓഫ് എന്താ പറയാ ഹൈലി ഇഞ്ചുവേർഡ് or who need emergency treatment are brought to this department. അവരെ ഇങ്ങനെയുള്ളവരെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുക. ആൻഡ് ഓൾസോ they will be brought into the hospital by ambulance. ആംബുലൻസ് സേവനത്തോടു കൂടിയായിരിക്കും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ആൻഡ് in this department the patients will be given ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് അവിടെ കൊടുത്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു, they will be transferred to the specialized department. എവിടേക്കാണ് പോകേണ്ടത്? ഇപ്പൊ ഹാർട്ടിലൊക്കെ എന്തായിട്ട് കാർഡിയോളജി വിഭാഗത്തിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വല്ല കാലൊടിയിൽ അല്ലെങ്കിൽ എന്താ പറയാ ആക്സിഡന്റ് ഒക്കെ വന്നു കയ്യോ കാലൊക്കെ ഭയങ്കരമായിട്ട് ഫ്രാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ ഓർത്തോയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് അറിയാൻ വേണ്ടിയിട്ടും എന്താ പറയാ ആളുടെ രോഗത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട്, ഇഞ്ചുറി എത്രത്തോളം ഉണ്ട്, ഭയങ്കര എമർജൻസി ആണോ ഭയങ്കര സീരിയസ് ആണോ എന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യം കൊണ്ടുപോകാം. ഇവിടെ നമ്മൾ സാധാരണ ഈ എന്താ പറയാ രാത്രിയിലൊക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തില് ഡോക്ടേഴ്സ് ഒന്നും എന്താ പറയാ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിന് അവരുടെ ആ ടൈം പീരീഡ് ഒരു സ്പെസിഫിക് ടൈമിലാണ് OPD പ്രവർത്തിക്കുക. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് വിൽ ട്രീറ്റ് ദ പേഷ്യൻസ് ഓൺലി അപ് ടു ദാറ്റ് ടൈം. ആ ഒരു സമയം വരെ മാത്രമേ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ ചേർക്കാനും അല്ലെ. എന്നാൽ അതിനുശേഷം ഇഫ് യു ആർ വി ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ഫോർ എനി ട്രീറ്റ്മെന്റ്, നമുക്ക് ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഒരു അസുഖമൊക്കെ എന്തെങ്കിലും വന്നു അല്ലെ, കുട്ടികൾക്കൊക്കെ കൊച്ചുകുട്ടികളൊക്കെ വീടുകളിലുള്ളപ്പോ നമുക്കറിയാം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്ക് ഇതുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരിക. അപ്പൊ നമ്മളിപ്പോ വയറുവേദനാന്നോ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വേഗം നമ്മൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. സോ അന്നേരം അവിടെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാകുന്ന നിർബന്ധമില്ല. സോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചീട്ട് എഴുതുന്ന ആളുകളും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇറ്റ് വർക്ക്സ് ഓൺലി ഫോർ എ സ്പെസിഫിക് ടൈം. ആ ഒരു പ്രത്യേക സമയം വരെ മാത്രമേ OPD ഒക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ഈ പറയുന്ന വിഭാഗത്തിൽ തന്നെയാണ്. അതായത് എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലാണ് അവിടെ പോയിട്ടാണ് പേര് കൊടുക്കുന്നതും എന്താ പറയാ ചീട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പേര് കൊടുക്കുന്നു, കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടർക്ക് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് അവർ തന്നിട്ട് നമ്മൾക്ക് നേരിട്ട് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകും, അവരെ കൺസൾട്ട് ചെയ്ത് പോരുന്നു. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി എന്താ പറയാ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എമർജൻസി ഹൈലി ഇഞ്ചുവേർഡ് ആയിട്ടുള്ള
ആളുകളെ അവരുടെ ഡിഗ്രി ഓഫ് ഇഞ്ചുറിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ദേ വിൽ ബി ഹാൻഡ് ഓവർ ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. അതിനുശേഷമാണ് അവരെ വേറെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. കിട്ടിയോ? എന്താണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലായോ? യെസ് മാം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് രണ്ടും, ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും കാഷ്വാലിറ്റി എന്താണെന്നും എഴുതിയേക്കുന്ന നോട്ട് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. സ്ക്രീനിൽ നോട്ട് ഉണ്ട്. എങ്ങനെയാ നോട്ടുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കാണോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാണോ ചെയ്യാ? എങ്ങനെ എടുക്കാം? ഫോണിൽ പറഞ്ഞത് തന്നെ നോക്കിയിരിക്കണോ? പ്രിന്റ് ഔട്ട് ഏതാ? കേട്ടില്ല. പ്രിന്റ് ഔട്ട് എടുത്തോ മാം? ആ, പ്രിന്റ് ഔട്ട് എടുത്തു. എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്തോ? പ്രിന്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതാത് ദിവസം ഇന്നിപ്പോ എടുത്ത് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ആ നോട്ടെങ്കിലും ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് വരുമ്പോ ഫോണിലേക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് പഠിക്കാതെ ഓരോ ടീച്ചേഴ്സിന്റെയും നോട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചിലപ്പോ കുറെ വരുമ്പോ ലോഡ് കൂടുമ്പോ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പൊ ഓരോരോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ബുക്കില് അവരുടെ പേര് എഴുതിയിട്ട് അവർ തരുന്ന നോട്ടുകൾ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ കേട്ടാ. പറയുമ്പോ സാധാരണ എഴുതിയിരിക്കുന്ന നോട്ടുകൾ എഴുതിയിരിക്കുന്നുണ്ട്, അല്ലാതെ പ്രിന്റ് ഔട്ട് ആക്കി എടുക്കുന്നത്. അതാ അങ്ങനെയാലും മതി. നമ്മളിപ്പോ ഇവിടെ പറയുന്ന നോട്ടുകൾ എക്സ്ട്രാ എന്തെങ്കിലും തരത്തില് ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോ ഇന്നത് നോട്ട് ചെയ്ത് വെച്ചോ എഴുതിക്കോന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നത് ബുക്കിൽ. ഓക്കെ. അത് കഴിഞ്ഞ് ഈ തരുന്ന ചാപ്റ്റേഴ്സ് അതാത് ടീച്ചേഴ്സിന്റെ പേരുകൾ എഴുതി നിങ്ങൾ അവിടെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾ അതുമായി നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേര് എഴുതി വെച്ചേക്കാം. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ റിവിഷനൊക്കെ പറയുമ്പോഴേ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് ആരെടുക്കുന്നതാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അതില്ലാതിരിക്കാനാണ്. ഓക്കെ, അപ്പോ കാഷ്വാലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? അടുത്തേതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്തായിരുന്നു? രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? ഔട്ട് പേഷ്യന്റ് സർവീസസിൽ രണ്ടാമത് പറഞ്ഞത് ഏതാ? കാർഡിയോളജി. ഓക്കെ, കാർഡിയോളജി ആണ് അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇവിടെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നടക്കുക? കാർഡിയോളജി വിഭാഗത്തില് പ്രധാനമായിട്ട് നടക്കുന്ന എന്ത് ട്രീറ്റ്മെന്റാ കേട്ടിട്ടുണ്ടോ? ഇറ്റ് റിലേറ്റ്സ് ടു ദ പ്രോബ്ലംസ് ഓഫ് ഹാർട്ടാണ് അല്ലെ? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ടുള്ള എന്താ പറയാ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഇനി കാർഡിയോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ കാർഡിയോളജി ഇൻപേഷ്യന്റ് സർവീസസിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസസിലും കൊടുക്കുന്നുണ്ട്. അതായത് ചിലപ്പോ ചില ആളുകൾ രോഗം ഉണ്ടോന്ന് അറിയാനൊന്നും പാടില്ല. ചിലപ്പോ ചില നെഞ്ചുവേദനയൊക്കെ ആയിട്ടൊക്കെ ഒരു ദിവസമൊക്കെ വന്നു, അത് അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പോകുന്നു. പിന്നീട് കുറെ ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് ആ ട്രീറ്റ്മെന്റ്. അതൊക്കെ ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കാർഡിയോളജി. ദാറ്റ് മീൻസ് ഇറ്റ് ട്രീറ്റ്സ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഏത് തരത്തിലുള്ള ഡിസോർഡേഴ്സും ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻപേഷ്യന്റിലും ഔട്ട് പേഷ്യന്റിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഇറ്റ്സ് ദ ബിഗസ്റ്റ് ഏരിയ ഓഫ് ഡിസീസ്. അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ റേഞ്ച് ഓഫ് ഡിസീസസിനെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഹാർട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഹാർട്ട് പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് തന്നെയാണ്. ഈ ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ അവിടെ പറയുന്നത് ആൻജൈന, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, ഇതൊക്കെ എന്താ പറയാ. പിന്നെ കാർഡിയോവാസ്കുലർ സർജറി, ഇതൊക്കെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളും പിന്നെ അതിന് കൊടുക്കുന്ന ചികിത്സാ രീതികളൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാർഡിയോളജി എന്ന് പറയുന്നത് ഒരു ചെറിയ റേഞ്ച് ഓഫ് ഏരിയ അല്ല, അത് ഹാർട്ടിന്റെ തന്നെ ഡിസോർഡേഴ്സ്, ഹാർട്ടിൽ തന്നെ വരുന്ന ഡിസോർഡറുകൾ മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക്, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് കാർഡിയോളജിയിൽ വരിക. ഇനി
അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നതിന് എന്താ പറയാ കൊറോണറി ആർട്ടറി ഡിസീസസ് എന്നാണ് നമ്മൾ നോക്കുക. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് CAD എന്ന് പറയും കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് CAD എന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഒന്ന് അവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ. നോട്ടിൽ ഒന്ന് എഴുതി വെച്ചേ. കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് CAD. ചിലപ്പോൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് അത് എന്താ പറയാ തന്നിട്ട് നിങ്ങളോട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാനായിട്ട് പറയാം. CAD കൊറോണറി ആർട്ടറി ഡിസീസ്. അതിന് 2 എക്സാമ്പിൾസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആൻജൈന, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ കാർഡിയോവാസ്കുലർ സർജറി, അതൊരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഹാർട്ടിനോ ബ്ലഡ് വെസൽസിനോ ഒക്കെ ഉണ്ടാകുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് കാർഡിയോവാസ്കുലർ സർജറി എന്ന് വിളിക്കുക. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ നമുക്ക് ഇനി നോട്ട് ചെയ്യാനുണ്ട്. ആൻജൈന അതിലൊന്നാമത്തേതാണ്. ആൻജൈന ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഹാർട്ടിനെ ബാധിക്കുന്ന രോഗത്തില് ഒന്ന് പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ആൻജൈന എന്ന് പറയുന്നത്. ആൻജൈന എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ നമുക്ക് ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സിവിയർ പെയിൻ ആണ്. വിച്ച് വിൽ ഓഫൺ സ്പ്രെഡ് ടു അവർ ഷോൾഡേഴ്സ് ആൻഡ് ടു ദ നെക്ക്. അതിന് എന്താ പറയാ നെഞ്ചിനോ അതിനായിട്ട് ഇങ്ങനെ തുടങ്ങും. അത് എന്നിട്ട് ഇങ്ങനെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കയ്യിലേക്കും അതുപോലെ തന്നെ നെക്ക് ഏരിയയിലേക്കും ഒക്കെ ഇങ്ങനെ പതുക്കെ ആംസിലേക്കൊക്കെ ഇങ്ങനെ താഴേക്ക് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ആംസിലേക്കൊക്കെ വന്ന് നെക്കിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് ഉണ്ടാകും. അത് എന്താന്ന് പറയാ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ആണ്. ഹാർട്ടിലേക്ക് എന്താ പറയാ അഡക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ആണ്. അതിന് ആ പെയിൻ, അത് ചെസ്റ്റിലാണ് പെയിൻ ഉണ്ടാകുക. ആ പെയിനിനെയാണ് നമ്മൾ ആൻജൈന എന്ന് വിളിക്കുക. അപ്പൊ അതൊരു രോഗമാണല്ലോ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ടാണ് CADക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ് ആൻജൈന എന്ന് പറയുന്നത്. ചോദിക്കാം എന്താണ് CADക്ക് ഒരു എക്സാമ്പിൾ നമ്മളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൻജൈന. ദെൻ വാട്ട് ഈസ് ആൻജൈന? എന്താണ് ആൻജൈന? ഇറ്റ്സ് എ ഡിസീസ് വിച്ച് കോസിംഗ് സിവിയർ പെയിൻ ഇൻ യുവർ ചെസ്റ്റ്. നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന വേദന വിച്ച് ഓഫൺ സ്പ്രെഡ്സ് ടു ദ ഷോൾഡേഴ്സ് ആൻഡ് ടു ദ ആം ആൻഡ് ഓൾസോ ടു ദ നെക്ക് വിച്ച് കോസ് ഡ്യൂ ടു ദ ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാതെ വരുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന, അതായത് ഇപ്പൊ ഒരു പൈപ്പിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ അല്ലെ, അത് എവിടെയെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്ന് ഇങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫ്ലോ ഇത്തിരി അങ്ങോട്ട് കുറയും അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫ്ലോ വെള്ളത്തിന് കിട്ടില്ല. അപ്പൊ അതുപോലെ അത് നമ്മുടെ ശരീരത്തിലേക്ക് ആവുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന ബ്ലഡും അതിന് ഒരു പ്രത്യേക രീതിയിലാണ് അത് അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഫ്ലുവന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോ അത് തടസ്സങ്ങളാണല്ലോ. അപ്പൊ തടസ്സം വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്കതൊരു വേദനയായിട്ട് നമ്മുടെ നെഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ഇതിനെയാണ് നമ്മൾ ആൻജൈന എന്ന് വിളിക്കാം. ദെൻ എന്താ പറയാ, പിന്നെ അടുത്തത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നതാണ്. അതൊരു തരം ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ നിങ്ങൾ? ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതും ഒരു ട്രീറ്റ്മെന്റ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. കാരണം അത് ഈ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ബ്ലഡ് പോകുന്ന ആ ഒരു ഗ്ലാൻഡില്, ആർട്ടറിയില് എന്താണ് ഈ പ്ലാക്സ്, അതായത് എന്തോ ഒരു കട്ട പിടിക്കുന്ന ഒരു സാധനം, അത് വന്ന് അവിടെ ഇരുന്ന് അടിഞ്ഞുകൂടി നമ്മളുടെ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ കൊളസ്ട്രോള്, ഫാറ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ അത് ഈ ആർട്ടറീസിന്റെ ഭിത്തിയിൽ എന്ത് ചെയ്യും, വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടി അതൊരു പ്ലാക്ക് രൂപത്തിൽ അവിടെ ഫോം ചെയ്യപ്പെടും. അന്നേരം ബ്ലഡിനെ പാസ് ചെയ്യാനുള്ള പാസേജ് കുറഞ്ഞു വരും. അതിന്റെ ആ ഒരു ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ അടഞ്ഞ് ചെറുതായി പോകും. അത് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുന്ന ആ അത്തരം പ്ലാക്സ് റിമൂവ് ചെയ്യുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ബൈ റിമൂവിങ് ദാറ്റ് പ്ലാക്സ്, ആ പ്ലാക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ CAD, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് നെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും, ബ്ലോക്സ് ഒക്കെ ഒഴിവാക്കി ഹാർട്ട് അറ്റാക്ക് ഇല്ലാതാക്കാനും നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയാ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മറ്റേത് കാർഡിയോ വാസ്കുലർ സർജറി ആണ്. അതും ഒരു ഹാർട്ടിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഓപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്സോ മറ്റു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനോ ഒക്കെ വേണ്ടി വരുന്ന സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് ആൻജൈന, അതൊരു രോഗമാണ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ്. ഈ പ്ലാക്സ് റിമൂവ് ചെയ്യാനൊക്കെ ഉള്ളത് എന്താണെന്ന് നമ്മൾ എഴുതി തരും. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയോ നിങ്ങള്? ഈ 3 കാര്യങ്ങള് എന്താണെന്ന് ക്ലിയർ ആയോ, വ്യക്തമായോ?
മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് എഴുതി വെക്കാം കേട്ടാ. അതെന്താണെന്ന് നോട്ടിൽ എഴുതി വെക്കാം. എന്താണ് ആൻജൈന എന്ത് വെറുതെ നമ്മളിങ്ങനെ ഇങ്ങനെ ABCD പഠിക്കുന്ന പോലെ ആൻജൈന എന്ന് പഠിച്ചാൽ പോരല്ലോ. അത് ജസ്റ്റ് ഒന്ന് എന്താണെന്നും കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് അതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്ന് എഴുതി വെക്കാം. ആൻജൈന, ഒരു ഹൈഫൺ ഇടുക. സിവിയർ പെയിൻ ഇൻ, സിവിയർ SEVERE, സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്, in chest, often OFTEN, often spreading to the shoulders, often spreading to the shoulders, comma arms, 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 and neck, 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 often spreading to the shoulders, arms, and neck, due to inadequate blood supply. Inadequate, adequate ന്റെ opposite ആണ് inadequate, INADEQUATE, inadequate blood supply to heart, inadequate blood supply to heart, full stop. ഇനി അടുത്തതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അതൊന്ന് നോട്ടിലേക്ക് എഴുതാം. എന്നിട്ട് ഹൈഫൻ ഇട്ട് എഴുതാം. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഇറ്റ്സ് എ സർജിക്കൽ പ്രൊസീജിയർ. ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ, surgical procedure to treat CAD, to treat CAD, capital letters എഴുതണം കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസ് ഒന്ന് ഷോർട്ട് ആക്കി പറഞ്ഞതാണ്. to CAD, build up of, build, BUILD, build up of plaques, PLAQUES, plaque, plaques, കട്ടിയുള്ള ഒരു സാധനം ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടി കട്ടിയാകുക. പ്ലാക്സ് ഇൻ ദ ആർട്ടറീസ് ഓഫ് ദ ഹാർട്ട്, ഇൻ ദ ആർട്ടറീസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെ ഭിത്തിയില് ഈ പറയുന്ന പ്ലാക്സ് വന്ന് ബിൽഡപ്പ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എന്താ പറയാ തടസ്സങ്ങൾ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ ഇല്ലാതാക്കുന്നതാണത്. ആർട്ടറീസ് ഓഫ് ദ ഹാർട്ട്, ഫുൾ സ്റ്റോപ്പ്. ഈ സർജറിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇറ്റ് ക്യാൻ റിലീവ് ചെസ്റ്റ് പെയിൻ, ഇറ്റ് ക്യാൻ റിലീവ് ചെസ്റ്റ് പെയിൻ caused by caused CAUSED, caused by CAD, chest pain caused by CAD, and also slow down, SLOW, slow down, കുറയ്ക്കുക, slow down the progression of CAD, heart attack, ഇത് കൊറോണറി ആർട്ടറി ഡിസീസ് വരാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടാ. സ്ലോ ഡൗൺ ദ പ്രോഗ്രഷൻ ഓഫ് CAD. ഇനി അതിന്റെ താഴെ പ്ലാക്സ് എന്താണെന്ന് കൂടി അവിടെ എഴുതി വെച്ചേക്കാം. പ്ലാക്സ്, PLAQUES, ഇത് നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന കാൽഷ്യം, കൊളസ്ട്രോള്, ഫാറ്റ്, ഇതൊക്കെ അവിടെ എന്താ പറയാ ഇങ്ങനെ അതിന്റെയൊക്കെ ഡെപ്പോസിറ്റുകൾ അതെങ്ങനെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടി ഉണ്ടാകുന്നതാണ് കേട്ടോ. അത് പ്ലാക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് deposits of fatty substances, fatty, കൊഴുപ്പ് കൂടിയ പദാർത്ഥങ്ങൾ, fatty substances, cholesterol, CHOLESTROL, cholesterol, waste products, calcium,
എക്സെട്ര. ഓക്കെ, ഇനി ഈ കാർഡിയാക് സർജറികൾ, ഇനി ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എഴുതിയില്ല എല്ലാവരും? എഴുതിയോ? ഓക്കെ. അപ്പൊ ഇനി ഈ ഹാർട്ടുമായിട്ട് ഒരുപാട് സർജറീസ് ഒക്കെ നടക്കാറുണ്ട്. സർജറീസിന് കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ്: ബൈപ്പാസ് സർജറി, പിന്നെന്താ വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റിപ്ലേസ്മെന്റ്, അതായത് റിപ്പയറും ചെയ്യും, ചിലത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പല ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കില്ലേ, ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആകുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റുകളൊക്കെ നടത്തി നമ്മൾ വീണ്ടും നമ്മളതൊന്ന് മോഡിഫൈ ചെയ്തൊക്കെ ഉപയോഗിക്കും അല്ലെ. അതേസമയം അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയാലോ നമ്മൾ അത് റീപ്ലേസ് ചെയ്യും, അത് മാറ്റണം, അയ്യോ ഇനി പറ്റില്ല എന്നുള്ള രീതി. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് പല അവയവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കുറെയൊക്കെ ഡാമേജ്ഡ് ആകും. ഡാമേജിനെയൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും ചില മെഷീൻസ് ഒക്കെ നമ്മുടെ അകത്തുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഹാർട്ടിലും ഉണ്ടാകുന്ന പല വാൽവുകളൊക്കെ റിപ്പയർ ചെയ്യാം, പക്ഷെ ചിലത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് എന്ത് ചെയ്യേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ റീപ്ലേസ്മെന്റ് ഓഫ് വാൽവ് നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, സർജറി ഓഫ് കോൺജെനിറ്റൽ ഡിഫക്ട്സ് ഉണ്ട്. കോൺജെനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബൈ ബർത്തിന്റെ സമയത്ത് തന്നെ, നമ്മളുടെ ജനന സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളില് എന്താ പറയാ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ, അതായത് ഒന്നോ രണ്ടോ അതിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അത് ബൈ ബർത്തിൽ തന്നെ നമുക്ക് ഉള്ളതാണ്. അറ്റ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, നമ്മൾ ജനിക്കുന്ന സമയത്തെ നമുക്കുള്ളതാണ്, അല്ലാണ്ട് വഴിയെ വെച്ച് വന്നതല്ല. അത് ജന്മനെ ഉണ്ടാകുമായിരിക്കും. അത് അങ്ങനെയുള്ള സർജറീസ്, അതിന് വേണ്ടിയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്ത് നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ജനിക്കുമ്പോഴേ തന്നെ അങ്ങനെയുള്ള ഡിഫക്റ്റുകളൊക്കെ ഉള്ള കുട്ടികളായിട്ട് ജനിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ചെറുതിലേ തന്നെ ചില ആളുകൾ അതിനെ സർജറിയിലൂടെ അതൊക്കെ മാറ്റി, കുറച്ച് വലുതായി കഴിയുമ്പോൾ സർജറി ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറുതായിരിക്കുമ്പോൾ, കുട്ടിയായിരിക്കുമ്പോൾ അത്ര അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുക. അപ്പൊ അത്തരം കാര്യങ്ങൾ. പിന്നെ വാസ്കുലർ ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്, നമ്മളുടെ ബ്ലഡ് വെസൽസിന്, അതായത് നമ്മുടെ എന്താ പറയാ രക്ത വെസൽസിനൊക്കെ, കോശങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സർജറീസോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളൊക്കെ, ഇതൊക്കെ ഈ ഒരു കാർഡിയാക് സർജറി എന്ന് പറയുന്ന സർജറിയിലാണ് നടക്കുക. അപ്പൊ ഏതൊക്കെയാണ്? വാൽവ് റിപ്പയേഴ്സ് ഉണ്ട്, വാൽവ് റിപ്ലേസ്മെന്റ് ഉണ്ട്, ബൈപ്പാസ് സർജറീസ് ഉണ്ട്, കോൺജനിറ്റൽ ഡിഫക്ട്സിന്റെ സർജറി ഉണ്ട്. ഇതെല്ലാം ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് വരുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് കൂടിയാണ് പേസ് മേക്കർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതായത് ഈ പേസ് മേക്കർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ബാറ്ററി ലൈക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ബാറ്ററി ഇട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന, ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചെറിയ ഉപകരണമാണ് ഇത്. നമ്മളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് സ്ലോ ആയി പോകുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയാ ഈ നെക്കിന്റെ താഴെയുള്ള സ്കിന്ന് എന്താ പറയാ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ വെറുതെ വെച്ചു കൊടുക്കും. ആ സാധനം വെച്ചു കൊടുത്തിട്ട് ടു കറക്റ്റ് ദ പേസ്, അല്ലെങ്കിൽ നമ്മളുടെ കറക്റ്റ് പേസിൽ നമ്മുടെ ഹാർട്ട് ഇടിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, ആ കറക്റ്റ് പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര സ്ലോയിലേക്ക് ചില ആളുകളുടെ എന്താ പറയാ ഈ ഹൃദയമിടിപ്പ് വളരെ താഴ്ന്നു പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരുടെ ആ ഹൃദയമിടിപ്പിന്റെ താളം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, പേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതും ഈ ഒരു വിഭാഗത്തിൽ തന്നെയാണ് വരിക. അപ്പൊ അങ്ങനെ അത് ഭയങ്കരമായിട്ട് താഴ്ന്നൊക്കെ പോകുമ്പോൾ അത് നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അപ്പൊ ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് ആ പേസ് കറക്റ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് എവിടെ കൊടുക്കുന്നത്, നമ്മുടെ കാർഡിയോളജി വിഭാഗത്തിൽ കൊടുക്കുക. അപ്പൊ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒന്ന് എഴുതുക നിങ്ങള്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് എഴുതിയിട്ട് കണ്ടോ നിങ്ങൾ സെന്റൻസിൽ. ആ ഒരു കാർഡിയോളജി എന്ന് പറയുന്നതിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന സെന്റൻസിലുണ്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് എഴുതുക, ഒരു ഹൈഫൻ ഇടുക, ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതുക കേട്ടോ. സെയിം തന്നെയാണത്. മെഡിക്കൽ എമർജൻസി അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ടുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന ബ്ലോക്ക് വരുന്നത് കൊണ്ട് ബ്ലഡിന് കറക്റ്റ് ആയിട്ട് എവിടേക്ക് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വരും.
അപ്പൊ ബ്ലഡ് ഹാർട്ടിലേക്ക് എത്താത്തത് കൊണ്ട് ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു പോകും. അതാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് എന്താ പറയാ പോകുന്ന ഒരു കാര്യം. എഴുതിയോ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ എഴുതിയോ? ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതിയോ? എഴുതിയോ? യെസ് യെസ്. ഓക്കെ, ഇനി ആ പേസ് മേക്കർ കൂടി അവിടെ എഴുതി വെച്ചോ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എഴുതാ, ഒരു ഹൈഫൻ ഇടുക. A small battery operated device, a small battery operated device, small battery operated device that senses, SENSES, sense ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നർത്ഥം. That senses when your heart is beating too slowly. When your heart is beating too slowly. അത് അതിന് മനസ്സിലാവും ഇങ്ങനെ ഡൗൺ ആയി പോകുകയാണെന്ന്. അപ്പൊ അത് കറക്റ്റ് ചെയ്യും. പേസ് മേക്കർ അത് കറക്റ്റ് ചെയ്യും. ആ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ചെയ്യും. Too slowly, full stop. It sends, കൂടി ചേർക്കാം. It sends signal to your heart that makes your heart beat at the correct pace. Heart beat at the correct pace. അതായത് അപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് താഴേക്ക് പോകുമ്പോൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു എന്താ പറയാ സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹാർട്ടിനെ കൊണ്ട് എന്താ പറയാ കറക്റ്റ് ലെവലിലേക്ക്, ആ ബീറ്റ് കറക്റ്റ് ലെവലിലേക്ക് പേസ് ചെയ്യാനായിട്ട് ഒരു സിഗ്നലാണ് കൊടുക്കുക. അപ്പൊ തന്നെ വീണ്ടും അത് നോർമൽ സ്റ്റേജിലേക്ക് പോകുന്നു. അതൊരു ചെറിയ ഒരു ഔൺസ്, അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു പേസ് മേക്കർ നമ്മുടെ ശരീരത്തിൽ ഈ സ്കിന്നിന്റെ താഴെയാണ് വെക്കണ, അകത്തോട്ടൊന്നും കയറ്റിയല്ല വെക്കുക, സ്കിന്നിന്റെ താഴെയാണ് വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സ്കിന്നിന്റെ സപ്പോർട്ടിലാണ് അത് അവിടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനധികം ഭാരമൊന്നുമില്ല. ഒരു 1 ounce ആണ്, ദാറ്റ് മീൻസ് 28 grams ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ സ്കിന്നിനടിയിൽ വെക്കുന്ന ഈ പേസ് മേക്കറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 28 grams ആണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അത്രയും കാർഡിയോളജി ഒന്ന് വായിക്കേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം കേട്ടാ. ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഡൗട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി എല്ലാവരും? ഒരു സംഭവം കൂടി ഉണ്ടായിട്ടോ, മറന്നുപോയി. ഇതും കൂടി എഴുതിയില്ല നിങ്ങൾ. കൺജനിറ്റൽ ഡിഫക്ട്സ് എഴുതിയില്ല കേട്ടോ. CONGENITAL കൺജനിറ്റൽ ഡിഫക്ട്സ്. കൺജനിറ്റൽ ഡിഫക്ട്സ് എന്താണെന്ന് എഴുതുക, ഒരു ഹൈഫൻ ഇട്ടിട്ട്. 1 or more problems with the heart. ഹാർട്ടിലുണ്ടാകുന്ന ഒന്നിലധികം പ്രശ്നങ്ങൾ. 1 or more problems with the heart that are present at birth. ജനിക്കുമ്പോഴേ തന്നെ
ഹാർട്ടിന് ഒന്നിലധികം പ്രശ്നങ്ങളുമായിട്ടുള്ള ജനനം, അതാണ് കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങൾ ഇത്രയും വരെ നമ്മൾ ഇത് 2 എടുത്തിട്ടുള്ളൂ, കാഷ്വാലിറ്റിയും കാർഡിയോളജിയും മാത്രം. OPD എന്താണെന്നും പറഞ്ഞു. അപ്പൊ അത്രയും ഇതിനകത്ത് കുറച്ച് ഈ കാർഡിയോളജിയിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും സമയം പോയത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണത് കൂടി പഠിക്കണം കേട്ടാ. നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പറയുന്നത് എന്താണോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണത് കൂടി എക്സ്ട്രാ നമ്മൾ നോട്ടിൽ എഴുത് എന്ന് പറയുന്നത് കൂടി നിങ്ങൾ പഠിക്കേണ്ടി വരും. അല്ലാത്തത് കുഴപ്പമില്ല. വേറെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അല്ലാത്തതൊക്കെ നമുക്ക് ഈ തന്നിരിക്കുന്ന നിങ്ങളുടെ പ്രിന്റ് ഔട്ട് നോട്ടിലുള്ളത് പഠിച്ചാൽ മതി. എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും കാര്യം കൂടി നോട്ട് ചെയ്യാൻ പറയുന്നത് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വരിക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് പേരൊക്കെ ഇന്ന് വൈകിയാണ് ക്ലാസ്സിൽ കയറിയത്. 2 പേരെ ക്ലാസ് തുടങ്ങിയപ്പോ ഉണ്ടായില്ല, ബാക്കി 3 പേര് വൈകി പോയില്ല. 1:30-ക്കാണ് കേട്ടോ ക്ലാസ്. അപർണയും അശ്വിനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവര് കുറച്ച് വൈകിയാ വന്നേ. എന്ത് പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വന്ന ലേറ്റ് ആയി പോയി അല്ലേ, അതാണ് പുറത്തു പോയിരിക്കുവായിരുന്നു ആക്ച്വലി. അപ്പൊ ക്ലാസ്സിൽ നമ്മള് കറക്റ്റ് 1:30-ക്ക് തന്നെ ക്ലാസ് തുടങ്ങുകയെ. അപ്പൊ ഒന്ന് ജസ്റ്റ് ആ സമയത്തൊന്ന് തന്നെ കയറാൻ നോക്കുക കേട്ടാ. നോട്ട് ഒന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, നോട്ടൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി പഠിച്ചിട്ട് വരെ. താങ്ക് യു മാം. Thank you, ma'am. Okay, thank you. Bye.